എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇത്തവണ 3 കൺട്രീസിലോട്ടായിട്ടാണ് ട്രിപ്പ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ക്രൊയേഷ്യയിലുള്ള ഡുബ്രോൺവിക്, പിന്നെ അവിടുത്തെ നെയ്ബറിങ് കൺട്രീസായ ബോസ്നിയ ആൻഡ് മോണ്ടനെഗ്രോ ആണ് കേട്ടോ പോണത്. ഇതിൽ ബോസ്നിയ ആൻഡ് മോണ്ടനെഗ്രോ ഒരു ബാൽക്കൻ കൺട്രിയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ അങ്ങോട്ട് എത്തുമ്പോഴൊക്കെ ഞാൻ പറയാം. ഞങ്ങളുടെ കൂടെ ഇത്തവണ അനശ്വരയും കൂടെ കൂടുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് കേട്ടോ പോണത്. വൈകുന്നേരമായിരുന്നു ഫ്ലൈറ്റ്. 3 hours നമുക്ക് ആക്ച്വലി കറക്റ്റ് 3 hours ട്രാവൽ ഉണ്ട് ഫ്രം സ്റ്റോക്ക്ഹോം ടു ക്രൊയേഷ്യ. വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം. നമുക്കിപ്പോൾ ഫ്ലൈറ്റിൽ കയറാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ എല്ലാവരും ഇരുന്നു. ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യും. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ രാത്രി 9:30 നമ്മൾ ഡുബ്രോൺവിക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ. 6:30 നമ്മൾ അവിടുന്ന് കയറിയിട്ടുണ്ടായത്. കറക്റ്റ് 3 hours ജേർണി. നമ്മളിവിടെ എത്തിയിട്ട് അന്ന് തന്നെ കാറ് റെൻ്റ് എടുക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മൾ മാറ്റിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുക്കാമെന്ന് വെച്ച് നേരെ റൂമിലോട്ട് പോയി. റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ രാവിലെ ആവാൻ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു. നൈറ്റ് വ്യൂ ഇത്ര അടിപൊളിയാണെങ്കിൽ രാവിലെ എന്തായിരിക്കും എന്ന് നോക്കാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടോ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ് നമ്മുടെ റൂമിൽ നിന്ന്. നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ ബാക്കിൽ. അടിപൊളി വ്യൂ ആണ്. അപ്പം നമ്മളെ റൂമും അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റൂം കാണിച്ചു തരാം. അപ്പോൾ അതിനും ഈ വ്യൂവും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടോ. അടിപൊളി വ്യൂ ആണ്. ഇവിടുന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് കാർ എടുക്കണം. ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ആക്ച്വലി കാർ എടുക്കാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ ഭയങ്കര റേറ്റ് ഹൈ ആയിരുന്നു. പീക്ക് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഐ മീൻ നൈറ്റ് ആയല്ലോ നമ്മൾ എത്തിയപ്പോൾ. അതുകൊണ്ട് റേറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. പറ്റിയാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിൽ ഓൺലൈനായിട്ട് കാറ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ കൂട്ടി നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കുറഞ്ഞു. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം കിച്ചൺ സ്പേസും പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു റൂം. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇത് വേറൊരു റൂം, മെയിൻ റൂം. ഇവിടെയും വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാത്റൂം, ഷവർ ഏരിയ, കമ്മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇവിടെയുള്ള എയർബിഎൻബിസും കാര്യങ്ങളും എല്ലാം ഇതുപോലെ ഒരു കുന്നിൻ്റെ അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലായിട്ടൊക്കെ ആയിട്ടോ. അപ്പോൾ എല്ലാം കുറേ സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമ്മൾ ഏറ്റവും മേലെ വ്യൂ ഒക്കെ ഉള്ള റൂംസ് കിട്ടണമെങ്കിൽ ഇതുപോലെ സ്റ്റെപ്സൊക്കെ കയറി മേലെ പോകേണ്ടി വരും. രാത്രി കയറിയപ്പോഴും ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടിയിരുന്നു. കാരണം സ്റ്റോളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കാർ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് മേലെ എത്തിക്കാൻ ഞങ്ങൾ കുറച്ച് പണിവിട്ടു. പക്ഷേ വ്യൂ കണ്ടപ്പോൾ അതൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ലേക്കാണ്, മൗണ്ടെയിൻസും വ്യൂസും. പിന്നെ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി മേലെ പോകണം. അപ്പോൾ നമ്മൾ കാറ് റെൻറ്റിന് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ഹോട്ടലിൽ വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. ആ ഹോട്ടലിലാണ് ഈ റെൻറ്റ് എടുക്കാനുള്ള ഷോറൂം ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഉള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടുന്ന് നമ്മൾ നേരെ കാറ് റെൻറ്റിന് എടുത്തിട്ട് നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യും.
പറയുന്നത് ക്രൊയേഷ്യയുടെ സദേൺ പോർഷനിലുള്ള ഒരു കിടുക്കൻ കോസ്റ്റൽ ഏരിയ ആണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗെയിം ഓഫ് ത്രോൺസ് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസ് ഇവിടെയാണ്. അവിടെ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് ടൂറിസ്റ്റായിട്ട് വന്ന് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ വന്ന് കണ്ടു പോകാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ സ്പോട്സും ഗെയിം ഓഫ് ത്രോൺസ് ഫാനായ ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസ് ആണ് ഇവിടെ വരുന്നതും കൂടുതലും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അതുപോലുള്ള ലൊക്കേഷൻ, അതായത് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആണ് ഇവിടെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട്സ് ആയിട്ട് ഉള്ളത്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ താഴെയായിട്ട് നമുക്ക് സീയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓൾഡ് ടൗണിൻ്റെ ഫുൾ വ്യൂവും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, കമ്പയർ ടു അതർ യൂറോപ്യൻ കൺട്രീസ്. ഞാൻ പോയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ചൂട് തോന്നിയ ഒരു സ്ഥലമാണ് ക്രൊയേഷ്യ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ ഏകദേശം സമ്മർ സീസണിലും കൂടിയാണ് കേട്ടോ പോയത്. വിൻ്ററൊക്കെ ആകുമ്പോഴേക്കും ഇത്രയും ഉണ്ടാവില്ല. നമ്മൾ പോയ സമയത്ത് 35 ഡിഗ്രി ഒക്കെ ആയിരുന്നു അവിടെ ചൂടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഊഹിക്കാനോ. അപ്പോൾ ഭയങ്കര അൺസൈക്കബിൾ ചൂട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ രാത്രിയൊക്കെ ആയപ്പോഴേക്കും, ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും അത് നന്നായിട്ട് ഡ്രോപ്പ് ആയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വ്യൂസ് കാണാം. നമ്മളിതിപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ എത്തി നിൽക്കുക കേട്ടോ. അതായത് നമുക്ക് ക്രൊയേഷ്യയുടെ ബ്യൂട്ടിഫുൾ വ്യൂ കാണാം. ഞാൻ നിങ്ങൾക്ക് ബാക്ക് സ്ക്രീനിലൊന്ന് കാണിച്ചു തരാം. കാർ റെൻറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വിശന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ പിസ്സ കേട്ടോ ഗൈസ്, ഏറ്റവും വലിയ ജംബോ പിസ്സയാണ്. നമുക്ക് ഫോണിൻ്റെ വലിപ്പം വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അത്രയും വലിയ പിസ്സയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 3 പേർക്കും ആവശ്യത്തിലധികമാണ്. ഫുഡൊക്കെ കഴിച്ചൊന്ന് വിശപ്പൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരെ ഒരു ബീച്ചിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ ക്രൊയേഷ്യ എന്ന് പറയുന്നത് ഒരുപാട് ബീച്ച് സ്പോട്ട്സ് ഉള്ള ഒരു സ്ഥലമാണ്. ക്രൊയേഷ്യയിലെ ഡുബ്രോൺവിക് എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ബീച്ചിലൊക്കെ, അതായത് മോൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം അവളെ ഒന്ന് കളിപ്പിച്ചിട്ടൊക്കെ നമ്മൾ ഓൾഡ് ടൗണിലോട്ട് ഈവനിങ് വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഈ ചൂടത്ത് ആ ഓൾഡ് ടൗണിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ബീച്ചിലോട്ട് വന്നു. എല്ലാവരും സൺബാത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒന്ന് സെറ്റായപ്പോൾ നമ്മൾ നേരെ ഓൾഡ് ടൗണിലോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓൾഡ് ടൗണിലാണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫോർട്ട് ലവ്രിയാനാക്കിലോട്ടാണ് നമ്മളിപ്പോൾ പോണത്. നമ്മൾക്ക് പാർക്കിംഗ് സ്പേസ് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കാറ് കുറച്ച് മേലെ വെച്ചുകൊണ്ട് ഒരുപാട് നടക്കേണ്ടി വന്നു കേട്ടോ. ഇതുപോലുള്ള സ്റ്റെപ്സാണ് മോസ്റ്റ്ലി ഉള്ളത്. ഡുബ്രോൺവിക് ഒരു സ്റ്റോളർ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളായിട്ട് വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. സ്റ്റോളർ ഫ്രണ്ട്ലിയേ അല്ല, നമ്മൾ കുറേ നടക്കേണ്ടിയും വരും. ഇതുപോലുള്ള സ്റ്റെപ്സാണ് മെയിൻ. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ മാറി മാറി എടുത്തിട്ടൊക്കെയാണ് നമ്മളെ താഴെ വന്നതും പിന്നെ മേലെ പോയതും ഒക്കെ.
ഇതാണ് ഫോർട്ട് ലിവ്രിയനാക്. ഇവിടെ ആണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വേറെയും കുറേ ലൊക്കേഷനിലുണ്ട് കേട്ടോ, ബട്ട് മോസ്റ്റ്ലി ഇവിടെ ഇതിനകത്താണ് ഉള്ളത്. അപ്പം നമ്മൾക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഗെയിം ഓഫ് ത്രോൺസ് ഫാൻസിന് ഓരോ ലൊക്കേഷൻ കണ്ടാലും മനസ്സിലാവും എവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ സൺസെറ്റ് ഓൾമോസ്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടത് ഡുബ്രോൺവിക്കിൽ തന്നെ ഹയസ്റ്റ് വ്യൂ പോയിന്റിലോട്ടാണ്. കേബിൾ കാറിനും പോവാം, കാർ എടുത്തിട്ടും പോവാം. നമ്മൾ നമ്മുടെ സ്വന്തം കാറിലാണ് പോയത്, കേബിൾ കാറിലല്ല പോയത്. കാറിൽ പോകാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വ്യൂ ആണ് ഗൈസ്, ബ്രീത്ത് ടേക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ ഇതിനകത്ത് ഇടാം, കാരണം വീഡിയോസിൽ നിങ്ങൾക്ക് എത്രമാത്രം അതിന് കിട്ടുമെന്ന് എനിക്കറിയില്ല. മൂണിൻ്റെ റിഫ്ലക്ഷനിൽ ആ സിറ്റി മുഴുവൻ കാണാൻ അടിപൊളിയായിരുന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ബോസ്നിയൻ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ബോസ്നിയയുടെ ചെറിയ ഗ്ലിംസ് നിങ്ങളൊന്ന് കണ്ടോളൂ.